ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മളിന്ന് ഇവിടെ പുൽക്കൂട് ഉണ്ടാക്കാൻ പോവാണ്. ഇത് മാങ്ങാണ്ടിത്തലയാണ്. ക്യാമറയുടെ മുമ്പിൽ വരാൻ മടിയുള്ള എൻ്റെ അനിയത്തി തന്നെ ഇൻട്രൊഡക്ഷൻ ചെയ്തുള്ള വീഡിയോ എനിക്ക് കിട്ടി. ഇന്നലെ രാത്രിയിൽ നമ്മൾ ക്രിസ്മസിൻ്റെ തലേന്ന് രാത്രി നമ്മൾ ഇത്രയും പകുതി സെറ്റ് ചെയ്ത് വെച്ചതാണ്. ബാക്കി പിറ്റേന്ന് രാവിലെ ചെയ്യാമെന്ന് ഓർത്ത്. കാരണം നമുക്ക് രാത്രി പള്ളിയിൽ പോകാനുള്ള ടൈമേ ഉണ്ടായിരുന്നു അപ്പോഴേക്കും. അപ്പം മൊത്തം പിള്ളേർ സെറ്റാണ്. ഇവരൊക്കെയാണ് നമ്മളിത് ചെയ്യാൻ വേണ്ടി സഹായിച്ചത്. രാത്രിയിൽ പോയി കല്ലും വയ്ക്കാനുള്ള പുല്ലും സാധനങ്ങളൊക്കെ ഇവരാണ് ഞങ്ങൾക്ക് സംഘടിപ്പിച്ചുകൊണ്ട് തന്നത്. അച്ചു പിന്നെ എൻ്റെ അപ്പൻ എല്ലാവരും ഉണ്ട്. ഇങ്ങനെ കെട്ടിവെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ഒരു ഏരിയ. ഇത് കാണുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാൻ തോന്നും. ഞങ്ങൾ ഉണ്ടാക്കിയ ക്രിസ്മസ് ട്രീ ഇതുവരെ ഞാൻ ഉണ്ടാക്കിയതിൽ ഏറ്റവും ബെസ്റ്റസ്റ്റ് ക്രിസ്മസ് ട്രീ ആണിത്. എപ്പോൾ കണ്ടാലും വീഡിയോ എടുക്കാൻ തോന്നും. അത്ര ബ്യൂട്ടിഫുൾ ആണ് ലൈറ്റ് ടൈമിൽ കാണാൻ. അപ്പോൾ ഇന്നത്തേക്ക് തൽക്കാലത്തെ ക്രിസ്മസ് ട്രീയുടെ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉറങ്ങാൻ പോയി. 11:15 പള്ളിയിൽ പോകണം രാത്രി കുർബാനയ്ക്ക്. അപ്പോൾ ഗുഡ് മോർണിംഗ് ഗൈസ്. ഇതാണ് ഞങ്ങളുടെ മോർണിംഗ് ക്രിസ്മസ് ട്രീ രാത്രി ഉണ്ടാക്കി വെച്ചത്. അപ്പോഴത്തേക്കും ഗീതവും വന്നു. ഞങ്ങൾ തൂമ്പയും കൊലശ്ശേരൊക്കെ എടുത്തോണ്ട് പറമ്പിൽ പോയി കുറച്ച് പുല്ലെടുക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ലക്ഷ്യം. പച്ചപ്പുല്ല് തപ്പി ഡോണിയ പിന്നെ പോകുന്നുണ്ട്. ഞങ്ങളവിടെ മൊത്തം തപ്പി കിട്ടി. അപ്പോൾ അവൾ തന്നെ ഇരുന്ന് കഷ്ടപ്പെടുന്നത് കണ്ട് സങ്കടം തോന്നിയിട്ട് ഞാനും ഒന്ന് ഹെൽപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷെ അതത്ര ഈസി അല്ലായിരുന്നു. കിട്ടിയ പുല്ലൊക്കെ കൊണ്ടുവന്ന് ഞങ്ങൾ വീട്ടിൽ വന്നിട്ടെങ്കിൽ പരിപാടി തുടങ്ങി. എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് അറിയത്തില്ല. തലേദിവസം വെച്ചതൊക്കെ അഴിച്ചിട്ട് വീണ്ടും പുതിയ ഡിസൈൻ ആവിഷ്കരിക്കാനുള്ള പരിപാടിയാണ്. ഉണ്ടാക്കി വരുമ്പോൾ സെറ്റാകും. ഇല്ലാത്ത ആൾക്കാരെന്ന് എൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ കേട്ടില്ല. ഞാൻ അവരുടെ പ്രൈവസിനെ മാനിക്കുന്നു. കണ്ണി മാറ്റാണോ? ഐ റെസ്പെക്ട് ദിയർ പ്രൈവസി. കിണറാണ് കേട്ടില്ല കേട്ടോ. അച്ഛൻ്റെ കിണർ അമ്മേ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്നപ്പോൾ എനിക്ക് എൻ്റെ അനിയത്തിനെ കണ്ട് ഭയങ്കര ഒരു അഭിമാനം തോന്നി. എത്ര ആത്മാർത്ഥതയോടെയാണ് കുട്ടി ഒറ്റയ്ക്ക് പണിയെടുക്കുന്നത്. പക്ഷെ പുള്ളിക്കാരിക്ക് നല്ലൊരു ഐഡിയ ഉണ്ട് കേട്ടോ. അവള് നല്ലതായിട്ട് പേപ്പർ ക്രാഫ്റ്റ് ഒക്കെ ചെയ്യും. പിന്നെ അതുപോലെ ഒരുപാട് ഹാൻഡ് മെയ്ഡ് ക്ലേയൊക്കെ കുറേ എന്തൊക്കെയൊക്കെയോ ഉണ്ടാക്കും. എന്താണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അങ്ങനെ നല്ല കഴിവുള്ള പാട്ടൊക്കെ പാടുന്ന ഒരു കലാകാരിയാണ് എൻ്റെ അനിയത്തി. അപ്പം ഞാൻ വിചാരിച്ചു അവളുടെ ഐഡിയക്ക് 100% വിട്ടു കൊടുത്തുകൊണ്ട് സൈഡിൽ നിന്ന് വീഡിയോ എടുക്കാമെന്ന്. ആൻഡ് പുള്ളിക്ക് എല്ലാം നല്ല ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്കത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ വീഡിയോ എടുത്തപ്പോൾ എനിക്ക് വളരെ ഭംഗിയായിട്ട് തോന്നി. ഓരോരോ ഐഡിയാസൊക്കെ ചെയ്യുന്നതും എക്സിക്യൂട്ട് ചെയ്യുന്നതും നോക്കി പറയാനില്ല. അത് മതി, അത്രയ്ക്കൊന്നുമില്ല. ആൻഡ് ഇപ്പോൾ ഇങ്ങനെയാണ് ഇത് കാണാനിരിക്കുന്നത്. ഒരു പുൽമേട് ഞങ്ങൾ പറിച്ചുകൊണ്ട് വന്ന ചെടിയൊക്കെ എടുത്ത് പതുക്കെ വെക്കാൻ തുടങ്ങി. അത് വെച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തെങ്കിലും ചെയ്താൽ എനിക്ക് കുറച്ച് നല്ല ഗ്രീനറി ആയിട്ടിരിക്കുന്നത് എനിക്കിഷ്ടമാണ്. കുറച്ച് പച്ചപ്പും സൺലൈറ്റൊക്കെ വരുന്നത് എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് എനർജി കൊണ്ടുവരും. അപ്പോൾ എനിക്ക് ആ ഒരു പച്ചപ്പ് വന്നതും ആ ഒരു പച്ച ഉള്ള പ്രതലത്തിൽ ഇരിക്കുന്ന പുൽക്കൂട് എനിക്ക് ഐ ഫൗണ്ട് ഇറ്റ് റിയലി ബ്യൂട്ടിഫുൾ. എനിക്കത് വളരെ ഭംഗിയായി തോന്നി. ഇത്രയൊക്കെ ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുപറ ഐഡിയാസ് ആയിരുന്നു ഞങ്ങളുടെ തലയിൽ. ഇങ്ങനെ വഴിയൊക്കെ ഉണ്ടാക്കി ഇത്രയൊക്കെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടും ഒരു ഫലം ഉണ്ടായില്ല. ഞങ്ങളുടെ ഡിസൈൻ ആൻറ്റിക്ക് ഇഷ്ടപ്പെട്ടില്ല. ആൻറ്റി അത് കംപ്ലീറ്റ്ലി മാറി ഇങ്ങനെയാക്കി ഡിസൈൻ.
പക്ഷെ ഇതും കുഴപ്പമില്ല, ഞങ്ങൾ ചെയ്തായിരുന്നെങ്കിലും ഇങ്ങനെ തന്നെ ആയേനെ. ആൻറ്റി ചെയ്തപ്പോൾ കുറച്ചധികം കൂടി ഭംഗിയായി. ക്രിസ്മസ് ട്രീ എടുത്ത് മാറ്റി സൈഡിൽ വെച്ചു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ആൻറ്റി ഞങ്ങൾക്ക് കേക്ക് ഒരെണ്ണം, ഒരു പ്ലം കേക്കായിരുന്നു, അത് കട്ട് ചെയ്ത് തന്നു. ഞങ്ങളെല്ലാവരും അത് നല്ല ഹാപ്പി ആയിട്ട് കഴിച്ചു, കിടന്നുറങ്ങി. രാത്രി പള്ളിയിൽ പോയി. അവളുടെ കയ്യിൽ മണ്ണാൻറ്റി. അതൊക്കെ മുറിച്ചില്ലടാ, ഞാൻ എടുത്തു തരാം. ഇത് അത്ര വലിയ പുൽക്കൂടൊന്നും അല്ലായിരിക്കും പലർക്കും, പക്ഷെ ഇത് ഞങ്ങളുടെ ഒരു ചെറിയ ഹാപ്പിനെസ് ആണ്. എല്ലാവരും ഇങ്ങനെ ഒരുമിച്ചിരുന്ന് ഒരുമിച്ച് കാര്യങ്ങൾ ചെയ്യുന്നത് എല്ലാം വളരെ ഹാപ്പിനെസ് ഉണ്ടാക്കുന്ന ഒരു മൊമെൻ്റാണ്. എല്ലാവരും ഒരുമിച്ച് സംസാരങ്ങൾ, അപ്പോൾ ഉണ്ടാകുന്ന ഫണ്ണി മൊമെൻറ്റ്സ് എല്ലാം ഒത്തിരി ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പം എൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. താങ്ക് യു ഫോർ വാച്ചിങ്.